കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നിരിക്കുന്നു, ആർക്കും പരിക്കില്ല എന്നുള്ള ആശ്വാസകരമായ വിവരമുണ്ട്. കെ അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, നേരത്തെ തന്നെ വലിയങ്ങാടിയിൽ നിരവധി കെട്ടിടങ്ങൾ പഴക്കമുള്ളതുണ്ട് എന്നുള്ള വിവരങ്ങൾ വന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു സ്ലാബ് തകർന്നു വീണിരിക്കുന്നത്. നേരത്തെ അപകടമുണ്ടായ കെട്ടിടത്തിന് സമീപത്തെ കെട്ടിടമാണോ, എന്താണ് അറിയാനാകുന്നത്? ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് ക്യാമറ പാൻ ചെയ്യണം. തീർച്ചയായിട്ടും ആ കെട്ടിടത്തിന് സമീപത്തായി ഏതാണ്ട് ഒരു 50-100 മീറ്റർ അകലെയായിട്ട് നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. പഴയൊരു കെട്ടിടമാണ്. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടമാണ് എന്നുള്ളതാണ്. വർഷങ്ങളുടെ പഴക്കം ഈ കെട്ടിടത്തിലുണ്ട്. ഇതിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച നിലയിലാണ്. സ്ലാബുകളടക്കം അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ദ്രവിച്ച് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ഷെയ്ഡ് താഴോട്ട് തകർന്നു വീണിരിക്കുന്നത്. ഇവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നതും അത് തന്നെയാണ്. താഴത്തെ ഭാഗത്ത് ഈ ഗോഡൌണായി പ്രവർത്തിക്കുകയും അതേസമയത്ത് മുകൾ ഭാഗത്ത് ആളുകൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായി എത്തിയ ആളുകളാണ് ഇവിടെ താമസിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഷീറ്റുകളൊക്കെ അടർന്നു കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭീമടക്കം തകർന്ന നിലയിലാണ്. പുറത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. ഭീമ തകർന്ന നിലയിലാണ്. ഏതായാലും ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു പഴയ കെട്ടിടമാണെന്നും ഇതിന്റെ ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും വലിയങ്ങാടിയിലെ ഭൂരിഭാഗം കെട്ടിടങ്ങളും ഇത്തരത്തിൽ പഴയതോ അല്ലെങ്കിൽ ബലക്ഷമയായ കെട്ടിടങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ ദിവസം തന്നെ വീണ്ടും ഒരു കെട്ടിടം ഇത്തരത്തിൽ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടത് നിർബന്ധമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയത്ത് ഇപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് ആളുകൾ താമസിക്കുകയടക്കം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവരെ ഒഴിപ്പിക്കാനുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്തും ഉടൻ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മറുഭാഗത്തേക്കുള്ള ബിൽഡിംഗ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കാരണം മഹേഷ്, ഈ ഭാഗത്തെ കെട്ടിടം നോക്കിയാൽ കാണാം ഇതിന്റെ മറുഭാഗത്തുള്ള കെട്ടിടം ഇത്തരത്തിൽ തന്നെ ബലക്ഷയം നേരിടുന്ന കെട്ടിടം തന്നെയാണ്. കാരണം മുകൾ ഭാഗത്തെ മേൽക്കൂരിയൊക്കെ തകർന്ന നിലയിൽ തന്നെ കിടക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് ഈ ഭാഗത്തുള്ളത് എന്നാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. ഇതിൽ പ്രധാനമായും താഴത്തെ ഭാഗം ഗോഡൌണുകളൊക്കെയായി പ്രവർത്തിക്കുന്നു. അതേസമയത്ത് മുകൾ ഭാഗത്തൊക്കെ ആളുകൾ താമസിക്കുന്ന നിലയിൽ തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. കാരണം നിരവധി ആളുകൾ ഈ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ്. താഴത്തെ നിലയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായപ്പോൾ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് ഇപ്പോൾ നാട്ടുകാരടക്കമുള്ള ആളുകൾ രക്ഷപ്പെട്ടതെന്ന് വേണം കരുതാൻ. വലിയ തരത്തിൽ അപകടം സൺഷെയ്ഡ് അടക്കം വീണിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ വലിയങ്ങാടിയിൽ മറുഭാഗത്തുണ്ടായതിന് സമാനമായ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. സ്മൃതി, അപകടമായി മാറിയില്ല, പക്ഷേ അവിടെയും സ്ലാബുകൾ തന്നെയാണ് വലിയങ്ങാടിയിൽ വീണിരിക്കുന്നത്. താഴെ ആളുകൾ നിൽക്കാത്തതുകൊണ്ട് അപകടം ഒഴിവായി എന്ന് മാത്രമേ കരുതാനാകുകയുള്ളൂ. നേരത്തെ അപകടത്തിൽ നേരത്തെയും സ്ലാബ് വീണ് തന്നെയാണ് 4 പേരുടെ മരണം സംഭവിച്ചത്. കോർപ്പറേഷനെതിരെ വലിയ ആരോപണം, വലിയ പ്രതിഷേധം വരുന്നതാണ്. അഭിലാഷ്, ഇന്നലെ കൂടി അവിടെ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിഷേധം അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയും കണ്ടതാണ്. വലിയങ്ങാടിയിൽ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ ഒരു വേഗത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നാണോ ഇപ്പോൾ ആ പ്രതികരണത്തിലേക്ക് പോയ ശേഷം? ചാക്കെടുത്ത് പോയിക്കുന്നു വരുന്നു, ആർക്കൊന്നും പറ്റിയതായിട്ടുള്ളതില്ല. ഇവിടെ ഇതിന്റെ അടിഭാഗത്ത് എന്താണ് പ്രവർത്തിക്കുന്നത്? ഇത് ഗോഡൗൺ ആണ്. ഇതിന്റെ അപ്പുറത്ത് ഒരു മുളക് പീടിയാണ്, ഇതിന്റെ അപ്പുറത്ത് ബിസ്ക്കറ്റ് പീടിയാണ്. അത് 2 ഗോഡൗൺ ആണ്. വേറെ ഇവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നോ സമയത്ത്? അന്നേരം ആരും ഉണ്ടായിരുന്നില്ല. തൊഴിലാളി അതിന് കുറച്ച് മുന്നേ ഒരാൾ ചാക്കെടുത്ത് പോയിക്കിന്, അതായത് വേറെ ആരും ഇല്ലായിരുന്നു. ചാക്കെടുത്ത് പോയി. പിന്നെ ഗോഡൗൺ ആണ്. പിന്നെ അതിന്റെ മുകളിൽ ബംഗാളികൾ താമസിക്കുന്നുണ്ട്. 10-30 ബംഗാളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ ആളുണ്ടോ എന്നുള്ളത് അറിയില്ല. പഴയൊരു കെട്ടിടമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളത്. സ്വകാര്യ വ്യക്തിന്റെ കെട്ടിടമാണിത്. പഴയതാണ്, കുറെ കാലമായി. ഇന്ത്യക്കാർ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അതിന് പുറകിൽ എത്ര ആളുകൾ താമസിക്കും? ഇതിലെ ഒരുവിധം കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. എന്താ പറയുക, ഏത് സമയത്ത് എന്തും സംഭവിക്കും. അപ്പോൾ അവർ ഒഴിക്കാനോ അതിനുള്ള ഒരു സുരക്ഷ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ആദ്യം വേണ്ടത്. ഇതിപ്പോൾ ഇവിടെ പൊളിഞ്ഞെങ്കിൽ നാളെ അങ്ങോട്ട് പൊളിഞ്ഞുകൂടെയൊന്നുമില്ല. ഏത് സമയത്തും കൂടുതൽ അങ്ങനെയല്ല. ഇതിന്റെ ഓണർ ആരാണ്? ഈ കെട്ടിടത്തിന്റെ ഓണർ ആരാ? തങ്ങളാണോ? നേരത്തെ ബലക്ഷയം ഉണ്ടായിരുന്നു? ഇല്ല, ബലക്ഷയമൊന്നുമില്ല. അതൊക്കെ കെട്ടറപ്പോട് കൂടിയിട്ട് ഈ അടുത്ത് പണിയെടുത്തതാണ്. സൺഷീഡ് മാത്രം ഇപ്പോൾ തൂങ്ങി വീണോയതാണ്. മുകൾ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നു. ഉണ്ട്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ഉമ്മർ. എത്ര പേരുണ്ടായിരുന്നു മുകൾ താമസിക്കുന്നത്? മൊത്തത്തിൽ 30 പേരുണ്ട് താമസിക്കുന്നത്. താഴത്തെ എത്ര ജീവനക്കാരുണ്ടായിരുന്നു? കൂടെ താഴെ ജീവനക്കാരുമില്ല. ഉണ്ടായിരുന്നു. ഗോഡൗണാണ് അത്. അവിടെ ജീവനക്കാർ സാധനം എടുത്ത് പോകുന്ന ഇടയിലാണ് ഇത്ര അപകടം? അല്ല, അവർ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. കൂട്ടിക്കെടുക്കായിരുന്നു. അവർ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുറന്നിട്ട് സാധനം എടുക്കുന്നതാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതെ, അപകടമൊന്നുമില്ല.
ഏതായാലും ഉടമയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്ത് 30 പേരുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ താഴ്ഭാഗത്ത് ജീവനക്കാരുണ്ടായിരുന്നില്ല. ഇവിടെ ഗോഡൌൺ ആണ്. ആ ഗോഡൌണിൽ നിന്ന് സാധനം എടുത്തു പോയ ഉടൻ തന്നെയാണ് ഇത്തരത്തിൽ സൺഷെയ്ഡ് ഇടിഞ്ഞ് താഴോട്ട് വീഴുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, മുകൾ ഭാഗത്ത് ആകെ തകർന്നിരിക്കുന്ന സ്ഥിതിയാണ്. ബലക്ഷയം നേരിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്ഥിതിയാണ്. ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു ബിൽഡിംഗ് കൂടിയാണ്. ഇത്തരത്തിലുള്ള ബിൽഡിംഗ് ആണ് ഭൂരിഭാഗം ഇവിടെയുള്ളത് എന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു കോർപ്പറേഷൻ ജീവനക്കാരുണ്ടായിരുന്നു. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നിരവധി ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്, അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഇവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ ജീവനക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, AK അഭിലാഷാണ് കോഴിക്കോട് വലിയങ്ങാടിൽ നിന്നുള്ള അടുത്ത അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അവിടെ വീണ്ടും സ്ലാബ് തകർന്നു വീഴുന്നിരിക്കുന്നു. താഴെ ആളുകളൊന്നും ഉണ്ടാകാതിരുന്നുകൊണ്ട് വലിയ അപകടം ഒഴിവായി.